വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കണക്കാം നമ്മളൊരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ വെബ് സീരീസ് ആയിട്ടാണ് നമ്മൾ വന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ അവസാനത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മളെന്തായാലും ഒരു ബ്ലൂ കളറിലുള്ള GTR-ങ്ങളൊക്കെ നമ്മൾ അടിച്ചു മാറ്റി. അത് ഒടുക്കത്തെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു GTR-ങ്ങളൊക്കെയാണ്. അതാണ് നമ്മളെന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട വീഡിയോയും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ബെല്ലേക്കും കൊണ്ടുവന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷനായിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം എന്തായാലും ഓക്കെയാണ്. ഓക്കെ, ഇതുവരെയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് പിന്നെ ഒരു കിടിലൻ സംഭവമായിട്ട് ഞാൻ എന്തായാലും വന്നിരിക്കുകയാണ്. ഓക്കെ, ഞാൻ കുറച്ച് നേരം ജിമ്മിലിരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഒരു ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഒരു പുതിയതായിട്ടൊരു കാറിനെയല്ല നമ്മളെന്തായാലും അടിച്ചു മാറ്റിയിട്ട് എന്തായാലും ഉണ്ടായിരുന്നല്ലേ. ആ കാർ ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും അറിയാമെന്നുള്ള ഒരു കാറിനെയൊക്കെ തന്നെയാണ്. ഓക്കെ, ആ ഒരു വണ്ടി വേറൊന്നുമല്ല, നമ്മുടെ നിസാൻ GTR കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ വണ്ടികളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും ഇരിപ്പുണ്ട്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ GTR-ഉം കാര്യങ്ങളൊക്കെ. എൻ്റെ മോനെ വിഷയം ലുക്കായിട്ടൊന്ന് കാണാനായിട്ടൊക്കെ ഞാൻ വണ്ടിയുടെ കളറുകളൊക്കെ ഒന്ന് നൈസായിട്ട് ചേഞ്ച് ചെയ്തു കേട്ടോ. ഈ വണ്ടികളൊക്കെ ഒരു ബ്ലൂ കളറുകളൊക്കെ ആയിരുന്നു, ഞാൻ നൈസായിട്ട് കളർ ചേഞ്ച് ചെയ്തു. ഓക്കെ, ബ്ലൂ സൂപ്പർ കളറായിരുന്നു, പക്ഷേ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റിയത്. ഓക്കെ, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ബ്ലൂ അങ്ങനെയുള്ള വേറെയുള്ള കളർ അടിക്കുകയൊക്കെ. നമ്മുടെ ഫെറാറി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ മഹീന്ദ്രയുടെ സ്കോർപ്പിയോകളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ ഇവിടെ മാസ്കൊക്കെ ബാഗൊക്കെ എടുത്ത് ഞാൻ സെറ്റായിട്ട് നിൽക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിന്ന് ആദ്യമായിട്ട് നമ്മൾ ബാങ്ക് റോബറി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ബാങ്ക് റോബറി നമ്മളെന്തായാലും ഇതുവരെയായിട്ട് നമ്മൾ അല്ലാത്തതിൽ പോലും ചെയ്തിട്ടില്ല. നമ്മൾ ഒരിക്കൽ ഹൗസ് റോബറി ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ഒരാളുടെ വീട്ടിൽ കയറി വീട് റോബ് ചെയ്യണ പോലെ നമ്മൾ കാണിച്ച് അല്ലാതെ ഒരു സാധാരണയായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു വെബ് സീരീസിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സംഭവം റോബ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഇതിനായിട്ട് ബാങ്ക് റോബറിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അത് നമ്മൾ ആദ്യമായിട്ട് വെബ് സീരീസ് തന്നെ അങ്ങ് ഇടാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബാങ്ക് റോബറിയെ കുറിച്ചാണ്. ഓക്കെ, നമ്മളിന്ന് എന്തായാലും ഒരു ബാങ്കുകളൊക്കെ റോബ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ ഒരു ബാങ്കുകളൊക്കെ അതുകൊണ്ട് എന്നാലും നോക്കി എന്നാലും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ രാവിലെ തന്നെ നടക്കാൻ പോയപ്പോൾ എടുത്തുകൊണ്ട് പോയത് നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ ആണ്. അത് ഈ വെളി കിടക്കുകയാണ്. ഓക്കെ, അതിവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളെന്തായാലും ഫുള്ളായിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി ബാങ്ക് റോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അച്ഛൻ എന്തായാലും പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നമ്മുടെ GTR എടുത്തുകൊണ്ടാണ് പോണത്. ഓക്കെ, നമുക്കെന്തായാലും GTR-ൻ്റെ കീ ആക്കിയിട്ട് നൈസായിട്ട് നമ്മളങ്ങനെ ഈ വണ്ടികളൊക്കെ തുറന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്താണ് GTR കൊണ്ട് പോകണമെന്ന് വെച്ചാൽ GTR കൊണ്ട് പോകുമ്പോൾ ജസ്റ്റ് പിടിച്ചേനെ. ഞാൻ ബൈക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വണ്ടി തിരിക്കയച്ചിരി പാടാണ്. ഓക്കെ, ഇപ്പം ഇടിക്കുമായിരുന്നു അതിൽ. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും ഈ ബാങ്ക് റോബറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വണ്ടിയുടെ കാര്യം തീരുമാനം. ഓക്കെ, ബൈക്ക് കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ ചെറുതായിട്ട് സ്ക്രാച്ച് ആയിട്ടിരിക്കണം, അത് സർവീസ് ചെയ്യുമ്പോൾ റെഡിയാക്കണം. ഓക്കെ, കുഴപ്പമില്ല, അപ്പോൾ പെയിൻ്റ് അടിക്കുക. ഓക്കെ, ഞാനാണ് നമ്മുടെ GTR കൊണ്ട് ഇറക്കി. ഈ GTR കൊണ്ട് എന്തിനാണ് ഇറങ്ങണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ വണ്ടിയേക്കാളും സ്പീഡ് കൂടുതൽ ഈ വണ്ടിക്കാണ്. ഓക്കെ, സ്കോർപ്പിയോ എനിക്ക് തോന്നണം നമുക്ക് അകത്ത് കയറ്റിയിടാം. ഓക്കെ, സ്കോർപ്പിയോയുടെ കീ പോയി എടുത്ത് നമുക്ക് ഈ സൈഡ് നമുക്ക് ആ വണ്ടി എടുത്ത് അകത്ത് കയറ്റിയിടാം. ഓക്കെ, നമ്മൾ എന്തായാലും പോയി കീങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ എന്തായാലും സ്കോർപ്പിയോയുടെ കീങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി ഒന്ന് കയറ്റി കുറച്ചൊന്ന് സൈഡിൽ ഒതുക്കിയിടാം. ഓക്കെ, മിക്കവാറും നമ്മൾ ബാങ്ക് റോബൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ വണ്ടി സ്പീഡിലെല്ലാം കയറ്റണമെങ്കിൽ ഇത് കൊണ്ട് തട്ടിയാലേ. നമ്മൾ ഇന്നലെയും കൂടെ ആ വണ്ടി ഒന്ന് പെയിൻ്റ് അടിച്ചൊന്ന് എടുത്തതേ ഉള്ളൂ, ചെറുതായിട്ടൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തിനീ വണ്ടി ചുമ്മാ നശിപ്പിക്കണം. നമുക്ക് ഈ മരത്തിൻ്റെ ഇങ്ങോട്ട് കയറ്റിയിടാം. ഭയങ്കര വെയിലാണ്. ഓക്കെ, വണ്ടി കരിഞ്ഞു, അതാണ്.
കരിഞ്ഞ മാത്രമല്ല കളറ് ഫേഡായി പോകും. ഷെഡിടായിരുന്നു, പക്ഷേ ഷെഡിൽ ഓൾറെഡി 2 കാറ് കിടക്കുകയാണ്. ഓക്കെ, ഇത് ഷെഡിൽ തന്നെ എന്തൊക്കെ ഞാൻ പിന്നെ വണ്ടിയുടെ കീങ്ങളൊക്കെ ഞാൻ അതിനകത്തോണ്ടൊക്കെയാണല്ലോ. ഓക്കെ, അകത്തോണ്ട് വെച്ചാൽ സമയം പോകും. ഓക്കെ, അല്ലെങ്കിൽ കൊണ്ടുവയ്ക്കുക. നമ്മളിതെന്തായാലും ഇതുവരെ വന്നതല്ലേ. അയ്യോ, ഇതാ റോബർ ചെയ്യണതിന് മുമ്പേ തലയടിച്ചു ബെസ്റ്റ്. ഓക്കെ, ഞാൻ ഈ കീ കൊണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് കളഞ്ഞ വല്ലതും പോകണമെങ്കിൽ ഓക്കെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കീ വെച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ സ്കോർപ്പിയോയുടെ കീ അകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ GTR എടുത്തുകൊണ്ട് നേരെ കത്തിച്ചുവിടാം. ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ GTR ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതും കൊണ്ട് കത്തിച്ചിടാം. നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചതേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും സ്പോട്ട് ചെയ്താലോ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ നമ്മൾ പോണ ബാങ്കിൻ്റെ പേരുകളൊക്കെ മെയ്സ് ബാങ്ക് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മളിന്ന് മെയ്സ് ബാങ്കിൽ കയറിയാണ് നമ്മളെന്തായാലും റോബ് ചെയ്യാനായിട്ടുണ്ട്. അവിടെ ഇഷ്ടം പോലെ ക്യാഷും ഗോൾഡും എല്ലാം ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ നമുക്കൊരു പുതിയൊരു ബൈക്ക് വാങ്ങാം. ഓക്കെ, നമ്മളിപ്പോൾ കാറ് ഓൾറെഡി ഉണ്ട് നമ്മളതിൽ, ബൈക്ക് കുറഞ്ഞ പുതിയത് എടുക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ഇതും കൊണ്ട് നേരെ എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ ഓക്കെ നമ്മളെന്തായാലും നേരെ എന്തായാലും ഫ്രണ്ടിലോട്ടുള്ള വഴി കൂടെ ഞാൻ പോകണില്ല, ഞാൻ ഈ ബാക്കിൽ കൂടെ ഉള്ള വഴി കൂടെയാണ് ഞാൻ പോണത്. ഓക്കെ, കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ നിങ്ങളിപ്പോൾ ദൂരെ ഒരു വലിയൊരു ബിൽഡിങ് കണക്ക് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. വലിയൊരു അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിഞ്ഞൊക്കെ ഇരിക്കണ ഒരു ഡിസൈനുള്ള വലിയൊരു ബിൽഡിങ്. യെസ് ഗായ്സ്, ദാറ്റ് ഈസ് മെയ്സ് ബാങ്ക്. ഓക്കെ, അതാണ് മെയ്സ് ബാങ്ക് കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോൾ മെയ്സ് ബാങ്കിലോട്ട് കയറണമെങ്കിൽ നമുക്ക് ഇതുവഴി കയറണമെങ്കിൽ വണ്ടി പുല്ലിക്കൂടെ ഓടിച്ച് എൻ്റെ ടയർ മേലെ പോകണമെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറ്റാത്തത്. ഓക്കെ, ഞാൻ ഫ്രണ്ട് വഴി കൂടെ ഡയറക്റ്റ് വരാത്തതെന്ന് വെച്ചാൽ വല്ലവരും കണ്ടാലേ, അതുകൊണ്ടാണ്. ഓക്കെ, ഓൾറെഡി നമ്മളിപ്പോൾ പോലീസിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയായിട്ട് നിൽക്കുകയാണ്, കാരണം വെച്ചാൽ ഈ വണ്ടി അടിച്ച് മാറ്റിയതല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ബാങ്കും കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ ബാങ്കിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഈ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ വണ്ടികൾ കിടക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തൊക്കെ ഇട സീനാണ്. ഓക്കെ, നമ്മുടെ അതേപോലെ തന്നെ ഒരു GTR പിന്നെയും കിടക്കുകയാണ്. ഓക്കെ, നമ്മുടെ അതേപോലത്തെ സ്കോർപ്പിയോ ഇതെല്ലാം ഇതേപോലെയാണ്. നമ്മുടെ ഏതെല്ലാം വണ്ടി ഇതേ ഈ മെയ്സ് ബാങ്കിലുള്ളവർക്കും ഉണ്ട്. ഓക്കെ ഓക്കെ ഞാനിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട, നേരെ അങ്ങ് അകത്ത് കയറിയേക്കാം. നമുക്കിപ്പോൾ ഫസ്റ്റ് എല്ലാത്തിനും ഒന്ന് തീർത്ത് കളയാം. ഓക്കെ, നമുക്കെന്തായാലും വെടിയൊക്കെ. എൻ്റെ മോനെ, ബോഡി ഗാർഡ്സ് ചാടിയിട്ടുണ്ട്. എൻ്റെ ഓമ്പോ എല്ലാം എണ്ണം ചാടിയിട്ടുണ്ടേ. ഇവിടെ ഒന്നായിട്ട് നിൽക്കും. ഉമ്മേ, ഓ അയ്യോ, ബോഡി ഗാർഡ്സ് ബോഡി ഗാർഡ്സ് ബോഡി ഗാർഡ്സ്. ഓ ഇവന്മാരിച്ചിരി സീനാണ് കേട്ടാ. എവിടെ നിന്നൊക്കെ വെടിയൊക്കെയാണ് ഇവന്മാര്. ഉപ്പ് ഇവിടെ നിറച്ച് ബോഡി ഗാർഡ്സ് ആണ്. ഓക്കെ എല്ലാം ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ബോഡി ഗാർഡ്സ് ആണ് കേട്ടാ. ഓക്കെ ഇവിടെ നിറച്ച് ബോഡി ഗാർഡ്സ് നിൽക്കുകയാണ്. ഒയ്യോടേ സീനായടേ, ഒരു വണ്ടി നൈസായിട്ട് കത്തിപ്പിടിച്ച്. മിക്കവാറും ഈ ഫ്രണ്ടിൽ കിടക്കുന്നത് കത്തിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്ത് നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റൂലടേ. ഓക്കെ അമ്മച്ചി, ഓഫ് ഓപ്പോ തല അടിച്ച് വീണു. നമ്മൾ വന്നത് ഒരു തേങ്ങ നടക്കൂലെന്നാണ്. ഭാഗ്യം പൊട്ടിത്തെറിച്ചില്ല. ഓക്കെ നമുക്കപ്പം നേരെ ഇതിൻ്റെ അകത്ത് പോയി ഫുള്ളായിട്ട് എന്തായാലും ബാങ്ക് എന്തായാലും റോബിയിട്ട് എന്തായാലും വരാം. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ബാങ്ക് കാര്യങ്ങളൊക്കെ എന്തായാലും റോബ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. എൻ്റെ അമ്പോ ബാങ്ക് റോബ് ചെയ്ത് എല്ലാ എണ്ണം കൂടെ തന്നെ വെളിയിൽ പിടിച്ചിറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ ഗായ്സ് എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ ഫ്രണ്ടിനെ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്നെന്തായാലും വിളിച്ചെന്തായാലും പറയാം. ഓക്കെ ഞാൻ എന്തായാലും നമ്മുടെ ഫ്രണ്ടിനെ ഞങ്ങളൊക്കെ നൈസായിട്ട് എന്തായാലും ഞാൻ എന്തായാലും വിളിച്ചിട്ടുണ്ട്. ഓക്കെ അതെന്തിനാണ് വിളിച്ചതെന്ന് ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും പറഞ്ഞു തരാം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും അലേർട്ടായി എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ അതുകൊണ്ട് ഫുള്ളായിട്ട് എന്തായാലും അലേർട്ടായി നിൽക്കണോണ്ട് തന്നെ ഉണ്ട്. ചിലപ്പോൾ പോലീസ് ഏത് വഴി വേണമെങ്കിൽ വരാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഉണ്ട് ഇതിനെക്കൊണ്ട് പറ്റണത് പോലെ മാക്സിമം പോലീസിനെ പിടിച്ചിർത്താനായിട്ടാണ് ഞാൻ എന്തായാലും അവനെ വിളിച്ചെന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഇവന്മാർ നമ്മളെല്ലാം കൊല്ലേമെല്ലാം ചെയ്യണമെങ്കിൽ അതുകൊണ്ടാണ്. ഓക്കെ
ഓക്കെ ഇതെന്താണ് എൻ്റെ മോൻ അവിടെ ഒരു പെണ്ണുമ്പോൾ കിടന്ന് ഫോട്ടോ എടുക്കണം. എനിക്ക് തോന്നി പോലീസുകാർ കംപ്ലീറ്റ് അറിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ അതിനെ തീർത്ത് കൊടുക്കുക. നമ്മൾ ഫോട്ടോ എടുത്തേക്കണം. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോട്ടോ എന്തിനാണ് എടുക്കണം? ഇവിടെ വേറത്തെ ഫോട്ടോ എടുക്കണേ. ഇവനെ എല്ലാത്തിനെയും തീർത്ത് കളഞ്ഞാൽ സീനാണ്. വണ്ടി എടുത്തോണ്ട് ഒറ്റ ഓട്ടം വിടാം. നമ്മളിപ്പോൾ രണ്ടുപേരെ കൊന്നു കളഞ്ഞേ. പോലീസുകാർ വന്നടേ. വണ്ടിയിട്. കയ്യിരിക്കണ GTR ആണ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ എൻ്റെ മുമ്പ് ഇത്ര പെട്ടെന്ന് പോലീസ് വന്നു. ഇനി അവനെ കൊണ്ട് ഒരു ഉപയോഗത്തിന് കൊള്ളൂല. ആ പെണ്ണുമ്പളെ ഫോട്ടോ എടുത്ത് അപ്പം അയച്ചു കൊടുത്തെന്ന് തോന്നുന്നു. അതല്ലാതെ തന്നെ പോലീസുകാർ അവന് മുമ്പേ അറിഞ്ഞെന്ന് തോന്നുന്നു. മാക്സിമം ഒക്കെ പുല്ലി കൂടെ ഓടിയാ അമ്മമാർ ഫ്രണ്ടിലെല്ലാം വട്ട ചാടിച്ചേറണമെങ്കിൽ വണ്ടി അതിനെ കൊണ്ടിടിക്കും. പിന്നെ വണ്ടി ഫുള്ള് സ്റ്റോപ്പായി പോകും. മാക്സിമം വണ്ടിക്ക് ഡാമേജ് ഉണ്ടാക്കല്ലേ. ഓക്കെ നമ്മളിപ്പോൾ കോളേജിൻ്റെ ബാക്കിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാർ ഇവിടെ നിന്നൊക്കെ ഫുള്ള് കയറി വരാണ്. എൻ്റെ മോനെ ഇവന്മാരിവിടെ കംപ്ലീറ്റ് കയറി വരെയാണ്. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ ഷോറൂമിൻ്റെ സൈഡിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ നമുക്കെന്നാലും നേരെ ഇതുവഴി പിടിക്കാം. ഓക്കെ നമ്മൾ ഫുൾ സാധനം അടിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഞാൻ പിന്നെയും കുറേ ബാഗുകളാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ കുറേയൊക്കെ കാറിലുണ്ട്, റീലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഫുള്ള് ഇതാണ്. ഓക്കെ എല്ലാ സാധനവും അടിച്ചു മാറ്റി. ഗോൾഡ്, ഡയമണ്ട്, റെഡ് സ്റ്റോണ്, കൂടുതലും കണക്ക് ക്യാഷും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ പിന്നെ ഡയമണ്ട്സും ഉണ്ട്. ഓക്കെ എൻ്റെ അമ്മ സെറ്റാണ്. ഓക്കെ എല്ലായിടത്തും കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ പോലീസ് പറഞ്ഞു എൻ്റെ അമ്മച്ചി. നമ്മന്മാർ നമ്മളെ ബ്ലോക്ക് ചെയ്തേക്കാണ്. പക്ഷേ നമ്മളങ്ങനെ ഒന്നും ബ്ലോക്ക് ആവില്ലടാ. ഗൈസ് പണിപാളി. ഇപ്പന്മാർ നമ്മളെ വെടിയിക്കണ്. വണ്ടിയുടെ ഡോർ നൈസായിട്ട് ഇളവിപ്പോയി. എൻ്റെ അമ്പു ഇവന്മാർ. ഗായ്സ് നമ്മുടെ ബോധം പോയി.